ഹായ് ഹലോ, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അംഗൻവാടി കിഡ്സിന്റെ ഒരു ഫാൻസി ഷോയ്ക്ക് വേണ്ടി ഒരു വെജിറ്റബിളിന്റെ രൂപം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. ഓരോ കുട്ടിക്കും ഓരോ വെജിറ്റബിൾ രൂപമാണ് നിർമ്മിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് കിട്ടിയത് വഴുതനങ്ങയാണ്. അതുകൊണ്ട് തന്നെ വഴുതനങ്ങ ചില സ്ഥലങ്ങളിൽ നിന്ന് കത്തിരിക്ക എന്നും പറയും. നമ്മൾ അതിനു വേണ്ടി വഴുതനങ്ങയുടെ കളറിലുള്ള ചാർട്ട് പേപ്പറും അതുപോലെ തന്നെ ഗ്രീൻ കളറിലെ ചാർട്ട് പേപ്പറും വാങ്ങിച്ചു. നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ തന്നെ നോക്കി വാങ്ങിക്കുക. അതിനുശേഷം ഇവിടെ 1/2 മീറ്റർ ഒരു ലൈനിങ് ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറിലെ. അതായത് തണ്ടിന്റെ ഭാഗം ചെയ്യാൻ വേണ്ടിയാണ് അതെടുത്തത്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് തുണിയും കൂടെ എടുത്തത്. ഫസ്റ്റ് ഞങ്ങൾ ഫുൾ ക്ലോത്ത് ചെയ്യാനായിരുന്നു. പിന്നീട് അത് മാറ്റി എല്ലാ കുട്ടികളും ചാർട്ട് പേപ്പർ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ചാർട്ട് പേപ്പറിലോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഫസ്റ്റ് ബോഡി പാർട്ട് നമ്മൾ വഴുതനങ്ങയുടെ രൂപത്തിൽ ആദ്യം മുറിച്ചു മാറ്റി. അതിനുശേഷം തണ്ടിന്റെ രൂപത്തിന് വേണ്ടി നമ്മളൊരു കോൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. കോൺ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർ പെയർ കൊണ്ട് നമ്മൾ പിൻ ചെയ്യും. അത് തലയിൽ ഒരു തൊപ്പി പോലെ ഇരിക്കാനാണ് നമ്മൾ ഈ കോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ബാക്കി ഭാഗങ്ങളെല്ലാം വേസ്റ്റ് വന്നതെല്ലാം വെട്ടി മാറ്റി. ഇനി ഈ കോണിലേക്ക് ആദ്യം നമ്മൾ തണ്ടിന്റെ രൂപത്തിൽ ലൈനിങ് ക്ലോത്ത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഫിക്സ് ചെയ്യുക. മുഖത്തിന്റെ ഭാഗം വരുന്ന സ്ഥലം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കണം, ഓപ്പണിംഗ് ഇട്ട് കൊടുക്കണം. ബാലൻസ് തുണിയെല്ലാം നമ്മൾ ആ കോണിൽ ഫിക്സ് ചെയ്ത് സ്റ്റാർട്ടർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബോഡി പാർട്ട് കഴുത്തിൽ കഴിഞ്ഞ് ഇടാൻ വേണ്ടി അതിലൊരു ടൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു കട്ടിയുള്ള ടൈ തന്നെ എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് വഴുതനങ്ങയ്ക്ക് ഒരു കണ്ണും ഒരു വായും വരച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ മതി, സാധാരണ നോർമൽ പേപ്പർ ആണെങ്കിലും മതി. അതിൽ നമ്മളൊരു കണ്ണും വായും വരച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നമ്മുടെ എത്രത്തോളം ബോഡി ഉണ്ടോ, അതായത് വഴുതനങ്ങയുടെ ബോഡി എത്രത്തോളം വലുതാണോ അത്രത്തോളം അതിനനുസരിച്ച് തന്നെ ഒരു കണ്ണും വായും നമ്മൾ വരച്ചു കൊടുക്കണം. അതിനുശേഷം അതൊരു മാർക്കർ കൊണ്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി തന്നെ നമ്മുടെ വഴുതനങ്ങയുടെ ഫൈനൽ പാർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത്രയും കഴിഞ്ഞതോടെ നമ്മുടെ വഴുതനങ്ങയുടെ പണി പൂർത്തിയായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ആദിവിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇനി ആദിവിൻ്റെ ഒരു ചെറിയ ഡാൻസ് ആകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്